പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അത് ഇവിടെ നാം വായിച്ച വചനം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ രക്ഷ കൃപയാൽ, അത് വിശ്വാസം മൂലമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, വചനം പറയുന്നത് രക്ഷ, ആമേൻ, അതുമായി ബന്ധപ്പെട്ട് ആ സർവ്വ അനുഗ്രഹങ്ങളും കൃപയാലാണ് ലഭിക്കുന്നത്. അത് വിശ്വാസത്താലാണ് നാം കൈവശമാക്കേണ്ടതെന്ന് പൗലോസ് പറയുകയാണ്. ആമീൻ. വേദപുസ്തകത്തിൽ വിവിധ ഭാഗങ്ങൾ വായിക്കും. കൃപയാലുള്ള വിശ്വാസത്തെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തിലൂടെ നാം നീതീകരിക്കപ്പെടുമ്പോൾ, നീതീകരണത്തിലേക്ക് വരുമ്പോൾ, നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ, പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം പ്രാപിക്കാൻ കഴിയും. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമീൻ. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതെ, നാം വിശ്വാസത്താൽ പാപത്തിന് പരിഹാരം വരുത്തി നീതീകരണം പ്രാപിച്ച ദൈവത്തോട് സമാധാനമുള്ളവരായി മാറണമെന്ന് വിശുദ്ധ തിരുവെഴുത്തമ്മ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, കൃപയാലല്ലോ വിശ്വാസത്താൽ എന്ന ഈ ചുരുക്ക വാക്കിട്ട് പൗലോസ് പറയുമ്പോൾ വിശ്വാസത്താൽ വിശ്വാസത്താലോ വിശ്വാസത്തിലൂടെയോ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റോമാലേഖനത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, ആമീൻ, 3-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും. റോമാലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, മാർഗത്താൽ എത്രേ? അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്തെ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു എന്നവിടെ കാണാൻ കഴിയും. അതായത് ഇവിടെ മനുഷ്യന്റെ കർമ്മമാർഗങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ പ്രയത്നം കൊണ്ടോ, മനുഷ്യന്റെ ദാനധർമ്മങ്ങൾ കൊണ്ടോ, മനുഷ്യൻ ചെയ്യുന്ന നേർച്ച കാണിച്ചു വഴിപാടുകൾ കൊണ്ടോ, തീർത്ഥാടനങ്ങൾ കൊണ്ടോ, പുണ്യ സ്ഥലങ്ങൾ കയറിയത് കൊണ്ടോ, മലകൾ കയറി ഇറങ്ങിയതുകൊണ്ടോ, നിങ്ങൾ എന്തെല്ലാം ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ സ്വന്തമാക്കാൻ കഴിയില്ല. രക്ഷ എന്ന് പറയുന്നത് കൃപയാലാണ്, അത് വിശ്വാസത്താലാണ്. അതിന്റെ ഉറവിടം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി യേശു മരിച്ചത് ഒരു യാദൃശ്ചിക മരണമായിരുന്നില്ല, പിന്നെയോ പിതാവ് മുമ്പ് കൂട്ടി തന്നെ തീരുമാനിച്ച് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരുന്നതും കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ നൽകി തരുമ്പോൾ നിങ്ങൾ സകല രക്ഷ കൃപയാൽ വിശ്വാസം മൂലം പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്താൽ നാം വിശുദ്ധനായി മാറണം, വിശ്വാസത്താൽ നാം വിശുദ്ധി ഉള്ളവരായി മാറണം, വിശ്വാസത്താൽ നാം രക്ഷ പ്രാപിക്കണമെന്ന് വചനം പറയുകയാണ്. അത് മാത്രമല്ല, വിശ്വാസത്താൽ നാം ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ജനിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ജനിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട്, ആരെ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു മാതാവിനും പിതാവിനും ജനിച്ചതാണ്. ഹല്ലേലൂയ. ആ ജനനത്തിൽ നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവ കുടുംബത്തിന്റെ അംഗമായി മാറണമെങ്കിൽ, ദൈവ ഭവനത്തിന്റെ അംഗമായി മാറണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. രക്ഷകനായി കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവ മക്കളായി ദൈവ കുടുംബത്തിന്റെ അംഗമായി മാറാൻ കഴിയുള്ളൂ എന്ന് ഈ ദൈവത്തിന്റെ ഭാഗം വായിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സകല പാപത്തിന്റെ പ്രവൃത്തികളും വിട്ട് മടങ്ങി വരണമെന്ന് വചനം ഓർപ്പിക്കുമ്പോൾ സ്തോത്രം. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരെത്ര, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലെന്നൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് സൗജന്യം നൽകുന്നതാണ്. അതൊരു കടകളിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ ലഭ്യമല്ല. ഒരു മതത്തിന് തരാൻ കഴിയില്ല. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. രക്ഷ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന് മാത്രം നൽകുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മാത്രമല്ല, വിശ്വാസത്തിന്റെ ആരംഭം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. രക്തജയം, വിശ്വാസത്തിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ നീതീകരണം, വിശ്വാസത്തിന്റെ നടപ്പ്, വിശ്വാസത്തിന്റെ ജീവിതം, വിശ്വാസത്തിന്റെ വിശുദ്ധീകരണം, വിശ്വാസത്തിന്റെ ആശ്രയം, വിശ്വാസത്തിന്റെ പ്രത്യാശ, വിശ്വാസത്താൽ നീതീകരിക്കുന്നത് എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അത് നിങ്ങൾ പ്രാപിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ആരംഭം അത് കാത്തു സൂക്ഷിക്കുന്നതും പൂർത്തീകരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം വായിക്കും 12:2 പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അതെ, വിശ്വാസത്തിനൊരു നായകനുണ്ട്. ആ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ യേശുവാണ്. ആ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് കൃപയാൽ ഈ രക്ഷ നമുക്ക് സ്വന്തമായി കിട്ടുന്നത്. ഹല്ലേലൂയ. ഈ കൃപയാൽ ഈ രക്ഷ സ്വന്തമാക്കി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലോകവും പാടി തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്. നിങ്ങളെ മതം മാറ്റുവാനോ, നിങ്ങളുടെ പേര് മാറ്റുവാനോ, നിങ്ങളുടെ ജാതി മാറ്റുവാനോ, നിങ്ങൾക്ക് നിങ്ങളെ മറ്റൊരു വിധത്തിലേക്ക് കൊണ്ടുവരുവാനല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ രക്ഷ പ്രാപിക്കണം. താങ്കൾക്കൊരു മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അത് നിത്യ നരകത്തിൽ കെടാത്ത തീ ചാകാത്ത പുഴുള്ള ആ അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ താങ്കൾക്ക് രക്ഷ ആവശ്യമായി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ വലിയ കോടീശ്വരനായിരിക്കാം, കോടീശ്വര പദവിയിലായിരിക്കും, നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ കാണാം, പേര് പ്രശസ്തിയും കാണാം, നിങ്ങളെ ഒരുപാട് പേര് തേരിലേറ്റിക്കൊണ്ട് പോകാനൊക്കെ കാണും. പക്ഷേ താങ്കൾക്കൊരു മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ആ ജീവിതം നിങ്ങൾക്ക് നിത്യമായി സ്വർഗത്തിൽ എത്തണമെങ്കിൽ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടണം. പൗലോസ് നമുക്ക് നൽകി തരുന്ന ശക്തമായ ഉപദേശമാകട്ടോ. അപ്പം കൃപയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് ഒരു ജനലിന്റെ ഉദാഹരണം സഹായമാണ്. ജനലിൽ കൂടെയാണ് സൂര്യപ്രകാശം മുറിയിലേക്ക് എത്തുന്നത് എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ഹൃദയത്തിനകത്ത് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിനെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ആ ജനലിന്റെ ചെല്ലുള്ള വെളിച്ചം ആ മുറിക്കകത്ത് പ്രവേശിക്കുന്നത് പോലെ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം പാപത്താൽ ഇരുണ്ട് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവാകുന്ന വെളിച്ചം ഹല്ലേലൂയ പ്രവേശിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ സൂര്യപ്രകാശത്തേക്ക് ശ്രേഷ്ഠമായ പ്രകാശം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ സത്യ വെളിച്ചം യേശു ക്രിസ്തുവാണ്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നിന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ഹൃദയത്തിന്റെ ഇരുള് മാറിപ്പോകും. നിനക്ക് സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും. മാതാവേ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നീ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് രക്ഷ നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അതെ, ദൈവത്തിന്റെ ദാനമാകുന്ന രക്ഷ ഇന്ന് പകൽ മേടിക്കണമെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പറയാൻ കഴിയും, യേശുവേ, എനിക്ക് ആ രക്ഷ ആവശ്യമാണ്. ആ രക്ഷയിലേക്ക് എന്നെ നടത്തണമേ. ആ രക്ഷയുടെ എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ. എന്റെ ജീവിതത്തിലെ പ്രകാശം തരണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സകല ജനത്തിന് രക്ഷ ആവശ്യമാണ്. കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കുന്നതാണ്. യേശുവാകുന്ന രക്ഷയിലൂടെ ജനം പ്രാപിച്ച് ഹൃദയത്തിനകത്ത് ഇരുളടഞ്ഞ ജീവിതത്തെ നീക്കി ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു സകല ജനത്തിന്റെ ഹൃദയങ്ങളിൽ പ്രകാശമായി തീരുവാൻ, ആ രക്ഷയിലേക്ക് ഒരു നിത്യത്തിന് അവകാശമായി തീരുവാൻ ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് സകല മഹത്വം എടുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. സകലത്തിന് നീതി വെളിപ്പെടുത്തിയാട്ടെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.